അയാൾ വലിയൊരു ദൈവദാസനാണ്. എവിടെ നിന്ന് വന്നുവെന്ന് അറിയില്ല. പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. ആ ദേശത്തെ സ്ഥിതി വളരെ മോശമായി തീർന്നിരിക്കുന്നു. അനാചാരങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു. അന്ധവിശ്വാസത്താൽ അവിടെ നിറയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ജനജീവിതം മുഴുവനും താറുമാറായിരിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാരാണെന്നവർ മറന്നിരിക്കുന്നു. അനാചാരങ്ങളാൽ അന്ധവിശ്വാസങ്ങളാൽ രാജ്യം മുഴുവനും നിറയപ്പെട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിതാ പെട്ടെന്ന് ഒരു ശ്രേഷ്ഠനായ ദൈവദാസൻ പ്രത്യക്ഷനാവുകയാണ്. പ്രത്യക്ഷപ്പെട്ട് ജനത്തിനോട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെയാണ്. ആ ദൈവദാസൻ ചെയ്തതായ അത്ഭുതത്തെ ജനങ്ങൾ കണ്ടപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. യഥാർത്ഥമായ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ദൈവദാസൻ നമ്മുടെ മധ്യയിലേക്ക് വന്നിരിക്കുന്നു. നമുക്കൊരു മാർഗദർശിയെ ലഭിച്ചിരിക്കുന്നു. നമുക്ക് നല്ല ദിവസങ്ങൾ വന്നിരിക്കുകയാണ്, നല്ല ഭാവി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കുന്നതായ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ ഒരു ഭയങ്കരമായ സംഭവമുണ്ടാകാനിടയായി. എന്താണെന്ന് വെച്ചാൽ ആ ദൈവദാസനെ പെട്ടെന്ന് കാണുവാൻ കഴിയുന്നില്ല. ആരും അറിയാതെ എവിടെയോ പോയിരിക്കുന്നു. ഇന്നലെ വലിയ പ്രസംഗം ചെയ്ത ദൈവദാസൻ, വൻകാര്യങ്ങൾ ചെയ്ത ദൈവദാസൻ, ജനങ്ങളെ ഉണർത്തുവാൻ വന്ന ദൈവദാസൻ പെട്ടെന്ന് അദ്ദേഹത്തെ കാണാതിരുന്നപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല. 2, ആ പെൺകുട്ടി വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. വിവാഹപ്രായമായപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. അവരുടെ വിവാഹം നടന്നു. നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. എന്നാൽ അവൾക്ക് കുട്ടികൾ ജനിച്ചില്ല. കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുകയാണ്. എന്നെ നോക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിയൊരു 4 പേർ വരികയാണ്. എന്തുപറ്റി? നിങ്ങളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് 30 വയസ്സ് പോലുമില്ലല്ലോ. എന്നാണ് പെട്ടെന്ന് മരിച്ചത്. ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിത്തീരും? ഏതായാലും അങ്ങനെ സംഭവിച്ചു. ശരി, ഇനിയും എന്തു ചെയ്യാൻ കഴിയും? ജീവിക്കണമെങ്കിൽ കഷ്ടപ്പെട്ടേ മതിയാകൂ. എവിടെയോ ജോലി ചെയ്യാൻ ജോയിൻ ചെയ്തു. അവിടെ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ജോലി ചെയ്യുന്നതായ സമയത്ത് അവളെ ആ യജമാനൻ ശ്രദ്ധിച്ച് നോക്കുവാനിടയായി. ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ യജമാനൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, പാവത്തിന് ഭർത്താവ് നഷ്ടമായിരിക്കുന്നു. ജീവിക്കുവാൻ ഒരു വഴിയുമില്ലാതെ ഇവിടെ ജോലി ചെയ്യുകയാണ്. ആരും ആശ്രയമില്ലാത്ത ഈ ജീവിതത്തിന് ഞാൻ തന്നെ ഒരു ആശ്രയമായി തീർന്നാൽ അവൾക്ക് സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അതേ വിഷയത്തെ ഒരു ദിവസം അവളെ അറിയിച്ചു, മകളെ, നിനക്ക് ഭർത്താവില്ല, നീ അനാഥയായിരിക്കുന്നു, എൻ്റെ കീഴിൽ നീ ജോലി ചെയ്യുകയാണ്. എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു? നിനക്ക് തുണയായി തീരുവാൻ, ആശ്രയമായി തീരുവാൻ, നിന്നെ വിവാഹം കഴിക്കുവാൻ. ആ വാക്കുകൾ കേട്ടപ്പോൾ പാവപ്പെട്ട ആ വിധവയായ സ്ത്രീക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇയാൾ വലിയ ധനവാനാണ്, വലിയ അധികാരിയാണ്. എന്നെ വിവാഹം കഴിക്കുകയോ, എന്നെ കബളിപ്പിക്കാൻ, എന്നെ വീഴ്ത്തുവാൻ നോക്കുകയാണോ? അങ്ങനെ വിചാരിച്ചപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വമല്ല. വാസ്തവത്തിൽ ഇത് സംഭവിക്കുമോ? അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ വിവാഹം കഴിക്കുമോ? ഇങ്ങനെ വിചാരിച്ചുകൊണ്ടവൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെ ലഭിക്കുക എന്നത് വളരെ ഭാഗ്യകരമാണ്. അങ്ങനെയുള്ള ആളുകളെ നഷ്ടമാക്കരുത്. സ്വാർത്ഥതയുള്ളതായ ഈ ലോകത്ത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ വളരെ കുറച്ചുപേരെ കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ നഷ്ടമാക്കരുത്. അങ്ങനെയുള്ളവരെ സംശയിക്കുവാൻ പാടില്ല. അങ്ങനെയുള്ളവരെ അകറ്റിക്കളയരുത്. അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുക. ഈ സഹോദരി ആശയക്കുഴപ്പത്തിലായി. വാസ്തവത്തിൽ വിവാഹം കഴിക്കുമോ? വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുമോ? അങ്ങനെ ആ ദിവസം വന്നു. അയാൾ പറഞ്ഞതായ വാക്ക് പാലിച്ചു. പാവപ്പെട്ട വിധവയായ സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചു. ദേശത്തുണ്ടായിരുന്ന സകലരും അതിശയിച്ചു, അതുപോലെ സന്തോഷിച്ചു. ഈ ധനവാനായ മനുഷ്യൻ എത്ര നല്ലവനാണ്. 24 മണിക്കൂറുകൾ വിവാഹം കഴിഞ്ഞ് 24 മണിക്കൂർ പോലും ആയില്ല, ആപത്തുണ്ടായി. എന്തു സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ വിവാഹം കഴിച്ച ആ ധനവാൻ എന്തു സംഭവിച്ചു എന്നറിയില്ല. വിവാഹം കഴിച്ചിട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ മരിച്ചുപോയി. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഒന്നും മനസ്സിലായില്ല. അയാളൊരു യൗവനക്കാരനാണ്. എന്നാൽ വായ തുറന്ന് അയാൾ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ജനം കൂട്ടമായിട്ടൊഴുകിയെത്തും. ദേശം മുഴുവനും ഇളകിവരുമായിരുന്നു. ഗ്രാമങ്ങളും പട്ടണങ്ങളും ഇളകിവരുമായിരുന്നു. അയാൾ പ്രസംഗിക്കുന്ന സമയത്ത് ആ പ്രസംഗത്തിൻ്റെ ശക്തി ജനത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്തു.
ദേശത്ത് എവിടെ നോക്കിയാലും ഏത് മൂലയ്ക്ക് ചെന്നാലും അയാളുടെ പേര് ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. ആ യൗവനക്കാരനായ വ്യക്തിയെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ദേവദാസന്മാർ, കുറച്ച് സീനിയറായ ആളുകൾ, ദിനംതോറും ഇദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വരികയാണ്. അനേകർ ഇയാളെ പുകഴ്ത്തുന്നു, പ്രശസ്തിയേറുന്നു എന്നറിഞ്ഞുകൊണ്ട് പല രീതിയിൽ കൂടി ആ ദേവദാസനെ നിന്ദിക്കുവാനും അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനും പദ്ധതിയിട്ടു. അപമാനിക്കാനായും ശ്രമിച്ചിരുന്നു. പല തവണ ആ ഉപദേശകനെ, ആ യൗവനക്കാരനെ കൊല്ലുവാനായും ശ്രമം നടത്തി. ആ യൗവനക്കാരനായ ദേവദാസനുണ്ടായിരിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, താൻ ദൈവത്തിൻ്റെ വചനമെല്ലാം പറഞ്ഞതിന് ശേഷം, പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾ എവിടെ താമസിക്കുമെന്നോ എവിടെയാണ് പോയി വിശ്രമിക്കുന്നത് എന്നും ആർക്കും തന്നെ അറിയുവാൻ കഴിയില്ലായിരുന്നു. തന്മേൽ പലപ്പോഴും കൊലപാതക ശ്രമം നടന്നപ്പോഴും ആർക്കും തന്നെ തൊടുവാനോ കൊല്ലുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പ്രധാനമായിട്ടും താൻ എവിടെയാണ് വിശ്രമിക്കുന്നത്, താമസിക്കുന്നത് എന്നത് ആർക്കും അറിയില്ലായിരുന്നു. അവനൊരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതനെ തനിക്ക് വളരെ വിശ്വാസമാണ്. അതുകൊണ്ട് തനിക്ക് ദൈവവേലയിൽ നിന്ന് കിട്ടുന്നതായ സ്തോത്രകാഴ്ചകളൊക്കെ ആ സ്നേഹിതനെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ആപത്ത് സംഭവിച്ചു. താൻ ഒരിടത്ത് പോയി വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ശത്രുക്കൾ കടന്നുവരുന്നു, തന്നെ പിടിച്ചുകെട്ടുന്നു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആ യൗവനക്കാരനെ, ആ ഉപദേശകനെ വളരെ ക്രൂരമായിട്ട് കൊല ചെയ്യാനിടയായി. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ജനങ്ങൾക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, അത്ഭുതകരമായ സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വലിയ നന്മ ചെയ്ത് വന്നിരുന്നതായ ആ വലിയ ദൈവദാസനെ പിടിച്ചിട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ തന്നെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അവിടെ ഇറങ്ങി വന്ന ദൈവദാസനെ ഇപ്പോൾ എന്തുകൊണ്ടാണ് കാണുവാൻ കഴിയാത്തത്? വിവാഹം കഴിഞ്ഞിട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്തുകൊണ്ടാണ് ആ ധനവാനായ മനുഷ്യൻ മരിച്ചുപോയത്? ജനങ്ങൾക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത്ഭുതകരമായ പ്രസംഗങ്ങൾ ചെയ്യുന്ന ഈ യൗവനക്കാരൻ പെട്ടെന്ന് പിടിക്കപ്പെടുകയും അതുമാത്രമല്ല 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജാവായിട്ട് ഞാൻ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നു, വേഗത്തിൽ രാജാവായിട്ട് സ്ഥാനക്കയറ്റം കിട്ടാൻ പോകുന്നു എന്ന് ദാവീദ് വിചാരിച്ച സമയത്ത് 24 മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ രാജാവായി പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞവനായ വ്യക്തി കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു? പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ തന്നെ നടക്കും. കയ്യിലേക്ക് കിട്ടിയതുപോലെ നമുക്ക് തോന്നലുണ്ടാകും. എന്നിട്ട് കൈവിട്ടു പോയ അനുഗ്രഹങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങളിലും 24 മണിക്കൂറിനുള്ളിൽ സാഹചര്യങ്ങൾ താറുമാറായി പോവുകയാണ്. ഈ 4 വിഷയങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇവ 4 ബൈബിളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്, പുറമേയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്പർ 1, പെട്ടെന്ന് പ്രത്യക്ഷനാകുവാനിടയായി. ജനത്തോട് സൃഷ്ടികർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചു. മനുഷ്യൻ സൃഷ്ടിച്ചവനായ ദൈവത്തെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതായ അവിടെയുണ്ടായിരുന്നതായ അന്ധവിശ്വാസികളെ വെല്ലുവിളിച്ചു. അവസാനം ദൈവത്തിൻ്റെ മഹാശക്തിയെ കാണിച്ചു കൊടുത്തു. ആകാശത്തു നിന്നും അഗ്നിയെ ഇറക്കി അവിടെയുണ്ടായിരുന്ന അന്ധവിശ്വാസികളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു. ആരാണെന്ന് പറയുക? ഏലിയാവ്. എന്നാൽ എന്ത് സംഭവിച്ചു? 24 മണിക്കൂറിനുള്ളിൽ കാണാതെയായി. എന്തുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല? 400 ബാലിൻ്റെ പ്രവാചകന്മാരെ ഏലിയാവ് കൊല ചെയ്യിച്ചു എന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ ഭീഷണിപ്പെടുത്തി. എന്താണ്? 24 മണിക്കൂറിനുള്ളിൽ നിന്റെ ശവം ഇവിടെ വീഴും, നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അറിയിപ്പ് കൊടുത്തു. ഏലിയാവ് ഇത് കേട്ട് ഭയപ്പെട്ടുപോയി. വാസ്തവത്തിൽ എന്നെ കൊല്ലുമോ? എന്തായിത്തീരും? അവസാനം ഈ പാപിനിയായ സ്ത്രീ കൊണ്ട് കൊല്ലപ്പെടേണ്ടി വരുമോ? എന്തായിത്തീരും? അവൾ ദുഷ്ടയായൊരു സ്ത്രീയാണ്. രാജ്യത്തെ മുഴുവനും തൻ്റെ സ്വാധീനത്തിലാക്കി വച്ചിരിക്കുന്നു. അവൾ എന്നെ കൊല്ലുമായിരിക്കുമോ? എന്തായിത്തീരും? എന്തു സംഭവിക്കും? ഭയപ്പെടാനിടയായി. വലിയ പ്രവാചകനാണ്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക, വലിയ പ്രവാചകനായിരുന്നിട്ടും യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഏലിയാവ് വലിയൊരു ദൈവദാസനാണ്, എന്നാൽ നമ്മെപ്പോലെ ഭയമുള്ള വ്യക്തിയാണ്. നമ്മെപ്പോലെ അദ്ദേഹത്തിനും ആകുലതകളുണ്ട്. നമ്മെപ്പോലെ തന്നെ അദ്ദേഹവും ചിന്തിക്കുന്നുണ്ട്. എന്തായിത്തീരും
എന്താണ് സംഭവിച്ചത്? ഓടിപ്പോകാനിടയായി. ദൈവജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവവേല മാറ്റിവെച്ച് ഓടിപ്പോയി. പ്രസംഗങ്ങളെല്ലാം മാറ്റിവെക്കാനിടയായി. പ്രവാചക ശുശ്രൂഷകളൊക്കെ മാറ്റിവെച്ചിട്ട് ഓടിപ്പോയി. മനുഷ്യരില്ലാത്ത മരുഭൂമിയിലേക്ക് അദ്ദേഹം ഓടിപ്പോയി. ദൂരെ എവിടെയോ ഓടിപ്പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് മുഴങ്കാലിൽ വീണെന്ത് പറയുന്നെന്നറിയാമോ? ദൈവമേ, ഞാൻ മരിച്ചു പോയേക്കാം, എനിക്കിത് താങ്ങുവാൻ കഴിയുന്നില്ല, ഞാൻ എൻ്റെ പിതാക്കന്മാരിലും ശ്രേഷ്ഠനല്ലല്ലോ, എന്നെ എടുത്തുകൊള്ളുക, ഞാൻ മരിച്ചേക്കാം കർത്താവേ. ഏലിയാവേ, ഏലിയാവേ. പ്രാർത്ഥിച്ച് ഓടി വരികയാണ്. ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ്. ഏലിയാവേ, എഴുന്നേറ്റു. നീ മരിക്കാൻ പോകുകയാണോ? അതേ കർത്താവേ, ഞാൻ മരിച്ചേക്കാം. എന്താണ് ഏലിയാവേ, നീ എന്തിനു മരിക്കണം? ഞാൻ മരിച്ചില്ല എങ്കിൽ അവൾ എന്നെ കൊല്ലുവാനിടയാകും. ആരാണ് കൊല്ലുന്നത്? ഇസബെലിനെ കുറിച്ച് അങ്ങേക്കറിയില്ല. വലിയ ദുഷ്ടയാണ്, അവർക്ക് എന്തും ചെയ്യുവാൻ കഴിയും. ഏലിയാവേ, ഏതു വിഷയത്തെ ഓർത്തുകൊണ്ടാണോ നീ ഭയപ്പെട്ടിരിക്കുന്നത്? അതൊരിക്കലും നിന്റെ ജീവിതത്തിൽ തന്നെ സംഭവിക്കാതിരിപ്പാൻ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു. നീ ധൈര്യത്തോടിരിക്കുക. എത്ര അത്ഭുതകരമായ വാഗ്ദാനമാണ് ഈ ദിവസം നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെ ഓർത്താണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അങ്ങനെ ആകുമായിരിക്കും. അങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെ പറഞ്ഞ് എന്തിനെക്കുറിച്ചോ നിങ്ങൾ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ആ ഭയം നിന്നിൽ എന്താണ് ചെയ്യുന്നത്? നിന്നിൽ നിരാശ കൊണ്ടുവന്നിരിക്കുന്നു, മടുപ്പ് കൊണ്ടുവന്നിരിക്കുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിന്നെ തളർത്തുവാൻ ഇടയായിരിക്കുകയാണ്. ആ ഭയം നിന്നെ ഒതുക്കിയിരിക്കുന്നു. ഇപ്പോൾ ദൈവം നിനക്ക് നൽകുന്ന അത്ഭുതകരമായ വാഗ്ദാനം എന്തെന്നറിയാമോ? ഇപ്പോൾ എന്തിനെ ഓർത്താണോ നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്ത് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ടാണോ ഭയപ്പെടുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുക. ഒരിക്കലും അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയേ ഇല്ല. എന്താണ് ഏലിയാവേ, മരിക്കുകയാണെന്നോ? മരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. നിന്റെ ജീവിതത്തിൽ നീ മരിക്കേണ്ടതായി വരികയേയില്ല. നീ മരിക്കുകയേയില്ല. ഏലിയാവ് മരിച്ചോ? ഏലിയാവ് മരിച്ചോ? ആരെങ്കിലും അവനെ കൊന്നോ? അതോ സ്വയം മരിച്ചോ? ഇല്ല, ഏലിയാവ് മരിക്കാതെ തന്നെ സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ എന്തിനെ ഓർത്താണ് ഏലിയാവ് ഭയപ്പെടുവാനിടയായത്? തന്നെ അവൾ കൊന്നുകളയുമോ? മനസ്സിലായോ? നിന്റെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കാതെ ഇരിക്കുന്നത്, എന്താണോ ദൈവം അനുവദിക്കാതിരിക്കുന്നത്, അത് തന്നെ നടക്കാൻ പോകുന്നതായിട്ട്, തന്മൂലം നിന്റെ കഥ കഴിയാൻ പോകുന്നതായിട്ട് നിന്നെ വിശ്വസിപ്പിക്കുന്നവനാണ് പിശാച്. ഈ വാസ്തവത്തെ മനസ്സിലാക്കിയാൽ എത്ര നല്ലതാണ്. 2, ആ നിർഭാഗ്യവതിയായ സ്ത്രീ വിവാഹം കഴിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാം. അവളുടെ പേരെന്താണ് പറയുക? രൂത്ത്. രൂത്തിന്റെ വിവാഹം കഴിഞ്ഞു. ഭർത്താവ് പെട്ടെന്ന് മരിക്കാനിടയാകുന്നു. യൗവനപ്രായത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ തന്നെ വിധവയായിട്ട് മാറിയിരിക്കുന്നു. ഭർത്താവില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. ഏത് വയലിലാണോ അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയുള്ള യജമാനൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ബോവസ്. ആ വിധവയോട് കരുണ കാട്ടി വാക്കുകൊടുത്തതനുസരിച്ച് ധനവാൻ തന്നെ അവളെ വിവാഹം കഴിച്ചു. വേദപുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യഹൂദന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. യഹൂദന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ ഈ വിഷയം എഴുതിയിരിക്കുന്നു. ആ ഗ്രന്ഥത്തിൻ്റെ പേര് മിദ്രാഷ് ആൻഡ് അഗഠ എന്നു പേരുള്ള പുസ്തകമാണ്. ഇത് യഹൂദന്മാരുടെ ചരിത്രം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിത ചരിത്ര പുസ്തകങ്ങളാണിത്. നമ്മൾ എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത്, അതുപോലെ യഹൂദന്മാർ, അവർക്ക് അവരുടെ ചരിത്ര പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരിച്ചു പോയതായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് വാസ്തവമാണോ അല്ലയോ എന്ന് നമുക്കറിയുകയില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്. എന്താണെന്നറിയാമോ? അന്ന് അവർ കൂടി ചേർന്നത് കൊണ്ട് ആരാണ് ജനിച്ചത് അറിയാമോ? ദാവീദിന്റെ മുത്തച്ഛനായവൻ ജനിച്ചു. ദാവീദിന്റെ മുത്തച്ഛൻ്റെ പേരെന്തെന്നറിയാമോ? ഓബേദ്. ഓബേദ് ആരെ ജനിപ്പിച്ചു എന്നറിയാമോ? ഇശ്ശായിയെ. ഇശ്ശായി ആരെയാണ് ജനിപ്പിച്ചത്? ദാവീദിനെ. ഇപ്പോൾ രൂത്ത് ദാവീദിന്റെ ആരാകുന്നു? പറയുക, വലിയമ്മയാകുകയാണ്. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഇപ്പോൾ രൂത്തിനെ നോക്കുമ്പോൾ ഏതോ ഒരു മോവാബ്യ സ്ത്രീയാണ്, ആരോരുമില്ലാത്ത അനാഥ. നിന്റെ ദൈവം തന്നെ എൻ്റെയും ദൈവം എന്ന
ഒരു വാക്ക് ദൈവം കേട്ടിട്ട് എന്തു ചെയ്തെന്നറിയാമോ? ലോകത്തിലേക്ക് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനുള്ള അത്ഭുതകരമായ ഒരു ആത്മീയതയുള്ളവളാക്കി മാറ്റുവാനിടയായി. 3, അയാളൊരു യൗവനക്കാരനാണ്, അത്ഭുതകരമായി പ്രസംഗിക്കുന്നവൻ. ആ യൗവനക്കാരൻ പ്രസംഗിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠകരമായ പ്രസംഗം കേൾക്കുവാനായിട്ട് വരുമായിരുന്നു. ഇതറിഞ്ഞപ്പോൾ ജനമെല്ലാം അവൻ്റെ അരികിലേക്ക് വരുന്നുവെന്നറിഞ്ഞപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണ ഉപദേഷ്ടാക്കന്മാരും ചേർന്ന് എന്തു ചെയ്തെന്നറിയാമോ? ഇവനെ എങ്ങനെ കൊല്ലണമെന്ന് വിചാരിച്ച് യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. യേശുക്രിസ്തു വൈകുന്നേരമാകുമ്പോൾ ശിഷ്യന്മാരോടൊത്ത് എവിടെ ആയിരിക്കുന്നെന്ന് ആർക്കും അറിയാൻ കഴിയില്ലായിരുന്നു. യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു എന്ന്. അതായത് 12 സ്നേഹിതന്മാരിൽ ഒരു സ്നേഹിതൻ ആരാണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ലഭിക്കുന്നതായ സ്തോത്ര കാഴ്ചകളെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്നേഹിതൻ്റെ പേര് യൂദാ ഇസ്കറിയോത്ത്. കർത്താവ് യേശുക്രിസ്തു എവിടെ വിശ്രമിക്കുന്നുവെന്ന് അവന് അറിയാമായിരുന്നു. എന്തു ചെയ്തു? അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. യേശു എവിടെയുണ്ടെന്ന് ആളുകളോട് പറഞ്ഞു കൊടുത്തു. അന്നത്തെ അധികാരികളൊക്കെ കടന്നു വന്നു, മഹാപുരോഹിതന്മാരൊക്കെ കടന്നു വന്നു യേശുക്രിസ്തുവിനെ ബന്ധിക്കുവാനിടയായി. എന്നിട്ട് 24 മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. അങ്ങനെ കൊന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു യേശുവിൻ്റെ ശല്യം കഴിഞ്ഞുപോയിരിക്കുന്നു, മരിച്ചുപോയിരിക്കുന്നു. പിശാച് വിചാരിച്ചു യേശുക്രിസ്തു മരിച്ചിരിക്കുന്നു, ഒരു ശല്യം തീർന്നിരിക്കുന്നു. എന്നാൽ ആ ഭോഷനായ പിശാചിനൊരു കാര്യം അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ഞായറാഴ്ച വരാൻ പോകുന്നുവെന്ന്. ഞായറാഴ്ച വരാൻ പോകുന്നു. മരിച്ച് അടക്കപ്പെട്ടവനായ ലോകരക്ഷകനായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരാൻ പോകുന്നുവെന്ന്. ആ വിഷയത്തെ പിശാചിന് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തുവിനെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്തു, അന്യായമായിട്ട് അവൻ്റെ മേൽ വിധി പുറപ്പെടുവിച്ചു. 24 മണിക്കൂറുകൾ അവനെ പിടിച്ച് 24 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവനെ കൊന്നു. അവൻ മരിച്ച സമയത്ത് എല്ലാവരും കരഞ്ഞു. അവസാനം ആകാശവും കരയുവാനിടയായി, ഇരുട്ട് വ്യാപരിക്കാനിടയായി, ഭൂകമ്പങ്ങളുണ്ടായി, ഭൂമി കുലുങ്ങാനിടയായി. ലോകരക്ഷകൻ സൃഷ്ടികർത്താവ് തൻ്റെ ജീവനേൽപ്പിച്ചു കൊടുത്തു. ദയവുചെയ്ത് കേൾക്കുക. ഇന്ന് ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ യേശുക്രിസ്തു സമുദ്രത്തെ ശാസിച്ച് ശാന്തമാക്കിയതുകൊണ്ടാണോ? ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മുടന്തിന് സൗഖ്യം കൊടുത്തതുകൊണ്ടാണോ? അന്ധന് കാഴ്ച കൊടുത്തതുകൊണ്ടാണോ? മരിച്ചവനെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ചതുകൊണ്ടാണോ? ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണം അറിയാമോ? യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണോ നമ്മൾ ദോഷമായിട്ട് കണ്ടത്, അതിനെ ദൈവം എന്താണ് ചെയ്തത്? നമ്മുടെ നന്മയാക്കി മാറ്റിയിരിക്കുന്നു. ഏതാണോ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഉപദ്രവമായിട്ട് അവൻ കണ്ടത്, ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു. എന്താണ് ഏലിയാവ്, നീ മരിക്കുമെന്ന് പറയാമോ? നീ ഒരിക്കലും മരിക്കുക ഇല്ല. ഏതാണോ രൂത്തിന്റെ ജീവിതത്തിൽ ദോഷമായിട്ട് കണ്ടത്, അത് തന്നെ അനുഗ്രഹമായിട്ട്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരിക്കുമ്പോൾ തന്നെ പൊന്നുപോലുള്ള ഒരു മകനെ ദാനമായി കൊടുത്ത് അവളിൽ കൂടി ലോകരക്ഷകനെ തന്നെ അവളുടെ വംശത്തിൽ നിന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞു. ചരിത്രത്തിൽ നിലനിൽക്കുന്നതായ സ്ത്രീകളുടെ പേരിൽ അവളുടെ പേരും ദൈവം എഴുതി ചേർത്തു. പ്രിയ സഹോദര സഹോദരി, ദാവീദിന്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാകേണ്ടിയിരുന്ന സമയത്ത് അബ്നേർ കൊല്ലപ്പെട്ടപ്പോൾ ദോഷം സംഭവിച്ചു എന്ന് ദാവീദ് ചിന്തിച്ചു. എന്നാൽ അത് വാസ്തവമായിരുന്നില്ല. അത് താൽക്കാലികമായ കാര്യം മാത്രമായിരുന്നു. അബ്നേർ കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രം ദാവീദിന്റെ സിംഹാസനം ദാവീദിന് ലഭിക്കാതെ ഇരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ദോഷമായിട്ട് കാണുന്നത്, നമ്മളങ്ങനെ കാണപ്പെടുന്നത്, അത് താൽക്കാലികമായിട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ അത് നമുക്ക് അനുഗ്രഹമായിട്ടാണ് മാറുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു രാജാവും മന്ത്രിയും ഇവർ രണ്ടുപേരും ചേർന്ന് വനത്തിൽ വേട്ടയാടാൻ പോയി. അങ്ങനെ വേട്ടയാടുന്ന സമയത്ത് രാജാവ് തൻ്റെ തോക്കുപയോഗിച്ചപ്പോൾ അത് അബദ്ധത്തിൽ പൊട്ടിയിട്ട് തൻ്റെ തള്ളവിരൽ മുഴുവനും നഷ്ടപ്പെട്ടു. തൻ്റെ തള്ളവിരൽ മുറിഞ്ഞപ്പോൾ വളരെ വേദനയോടെ നിലവിളിച്ചുകൊണ്ട് മന്ത്രിയോട് പറയുകയാണ്, മന്ത്രി, ആപത്ത് സംഭവിച്ചിരിക്കുന്നു, എൻ്റെ തള്ളവിരൽ മുറിഞ്ഞു പോയിരിക്കുന്നു, കട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, അയ്യോ വളരെ കഷ്ടം രാജാവേ,
എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങയുടെ വിരൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഭയപ്പെടേണ്ട, ഇതിലും ഒരു നന്മയുണ്ട്, അങ്ങ് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. രാജാവ് അത് കേട്ട് കോപിച്ചു. വിഡ്ഢിയായ മന്ത്രി, എൻ്റെ വിരൽ നഷ്ടമായതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ നിന്റെ വിരൽ പോയിരുന്നെങ്കിൽ നീ പറഞ്ഞേനേയും. ഇവിടെ രാജാവിന് നഷ്ടം വന്നപ്പോൾ, കഷ്ടതയുണ്ടായപ്പോൾ നന്മയാണെന്ന് പറയുകയാണെങ്കിൽ നീ എനിക്ക് ദോഷം ചെയ്യുന്നവനാകൊണ്ടാണത്. നിന്നെ ഒരു നിമിഷം ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്യായമായിട്ട് ആ മന്ത്രിയെക്കൊണ്ട് കാരാഗൃഹത്തിൽ അടച്ചു. കാരാഗൃഹത്തിൽ അടച്ചതിന് ശേഷം ആ മന്ത്രി കാരാഗൃഹത്തിൽ കടന്ന് കഷ്ടത അനുഭവിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് രാജാവ് സുഖം പ്രാപിച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ സൈന്യവുമായിട്ട് കാട്ടിൽ വേട്ടയ്ക്ക് കടന്നുപോയി. വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിതെറ്റിപ്പോകാനിടയായി. തൻ്റെ ചുറ്റുപാടുമുണ്ടായിരിക്കേണ്ടതായ സൈന്യാധിപന്മാരുമൊക്കെ വഴിതെറ്റിപ്പോയി. ഈ സമയത്ത് വഴിയറിയാതെ ഈ രാജാവിലെ നടക്കുമ്പോൾ കാട്ടുമനുഷ്യരായ ആളുകൾ ഇദ്ദേഹത്തെ പിടിച്ചു. കാട്ടിലെ മനുഷ്യരായ ആളുകൾ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവരുടെ ഒരു ആചാരം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പുതിയ വ്യക്തിയെ കാട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കാട്ടിലെ ദേവതയ്ക്ക് ബലിയർപ്പിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ആ രാജാവിനെ എന്തു ചെയ്യാൻ പോകുന്നു? ബലിയാക്കാൻ പോകുകയാണ്. ബലിയർപ്പിക്കാനുള്ള സകല ഒരുക്കങ്ങളും പൂർത്തിയാക്കി. അപ്പോൾ അതിലെ ഒരു വ്യക്തി കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്ക് കരങ്ങളിൽ 5 വിരലാണുള്ളത്. എന്നാൽ രാജാവിൻ്റെ കൈക്ക് 4 വിരലേ ഉള്ളൂ. ആ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൻ്റെ നേതാവായ വ്യക്തിയോട് പറയുകയാണ്, എന്തോ ഒരു കുഴപ്പം പോലെ തോന്നുന്നു. ഇയാളുടെ കൈക്ക് 5 വിരലല്ല 4 വിരലേ ഉള്ളൂ, തള്ളവിരലില്ല എന്ന് പറഞ്ഞപ്പോൾ ബലിയർപ്പിക്കാൻ പോകുന്ന വ്യക്തി വന്ന് എന്തു പറഞ്ഞെന്നറിയാമോ? നമ്മൾ ബലി കൊടുക്കാൻ പോകുന്ന നമ്മുടെ ദേവതയ്ക്ക് പൂർണ്ണമായൊരു മനുഷ്യനെ മാത്രമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ വിരലും കാലുമില്ലാത്തവരെ അംഗീകരിക്കുകയില്ല. ഇയാളെ ഇവിടെ നിന്ന് ആദ്യം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. വേഗം ചെന്നിട്ട് ഇയാളെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു. ഇയാളെ ബലിയർപ്പിക്കാൻ പോലും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ കാട്ടിൻ്റെ വെളിയിലേക്ക് വിട്ടു. അങ്ങനെ വഴിയൊക്കെ തപ്പിപ്പിടിച്ച് അവസാനം രാജാവ് കൊട്ടാരത്തിലേക്ക് വന്നു. വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്ത കാര്യം എന്തെന്നറിയാമോ? ഓടി മന്ത്രിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, മന്ത്രി, നീ പറഞ്ഞത് തന്നെയായിരുന്നു കറക്റ്റ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിരൽ നഷ്ടപ്പെട്ടത് നന്മയ്ക്കായി മാറി. കാരണം എനിക്ക് വിരലുണ്ടായിരുന്നുവെങ്കിൽ എന്നെ അവർ ബലി കഴിക്കുമായിരുന്നു. നടന്നതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു മന്ത്രി, അങ്ങ് പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. എന്നാൽ നിന്നെ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുവാൻ ഇടയായി. എന്നോട് ക്ഷമിക്കണമേ മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറയുകയാണ്, രാജാവ് കൊള്ളാമല്ലോ, എൻ്റെ ജീവിതത്തിലും അത് നന്മയ്ക്കായിട്ട് തന്നെ ഭവിച്ചു. എന്താണ് നിനക്ക് നന്മയുണ്ടായത്? ഞാൻ നിന്നെ കാരാഗൃഹത്തിൽ അടച്ചല്ലോ, അത് നിനക്ക് ഉപദ്രവമല്ലേ? അത് കൊള്ളാമല്ലോ രാജാവേ. ഒരുപക്ഷെ എന്നെ തടവിലാക്കിയിരുന്നില്ല എങ്കിൽ അങ്ങയോടൊപ്പം ഞാനും വേട്ടയ്ക്കായിട്ട് വന്നിരുന്നേനെ. അവർ 2 പേരെയും പിടിക്കുമായിരുന്നു. അങ്ങയ്ക്ക് വിരൽ നഷ്ടമായതുകൊണ്ട് അങ്ങ് വെറുതെ വിടുമായിരുന്നു. അങ്ങനെ എന്നെ ബലി കഴിക്കുമായിരുന്നു. അങ്ങനെ തടവിലാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെടാനിടയായത്. ദൈവം വലിയവനാണ് രാജാവേ. എന്തു ചെയ്താലും നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ കരങ്ങളിലേക്ക് ബൈബിൾ എടുക്കുക. അതിൽ നല്ലൊരു വചനം ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും, അല്പമായിട്ടല്ല, സകലതും. ഇന്ന് നിനക്ക് ദോഷമായിട്ട് തോന്നിയേക്കാം, ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, ആപത്തായിട്ട് തോന്നിയേക്കാം, അനാവശ്യമായിട്ട് നിനക്ക് തോന്നിയേക്കാം. നിനക്ക് എന്തു തന്നെ തോന്നിയാലും, ഏതിനെ ഓർത്താണോ നീ ദുഃഖിക്കുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, നീ കേൾക്കുക. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് സകലതും കൂടി വ്യാപരിക്കുവാൻ ദൈവം ഇടയാക്കുന്നത്. അതായത്, ഏതാണോ നിനക്ക് കഷ്ടമായി തോന്നുന്നത്, നഷ്ടമായി തോന്നുന്നത്, ദോഷമായിട്ട് തോന്നുന്നത്, ആപത്തായി തോന്നുന്നത്, അതിനെ എൻ്റെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അതേ വാഗ്ദത്തം നമുക്കെല്ലാവർക്കും അവൻ തന്നിരിക്കുന്നു. ആ ജയിലിൽ കിടക്കുന്നവനായ മന്ത്രി അതൊരു ആപത്തായിട്ട് കണ്ടില്ല. അന്യായമായിട്ടാണ് തന്നെ കാരാഗൃഹത്തിൽ അടച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞില്ല. തൻ്റെ അഭിപ്രായം എന്താണെന്നറിയാമോ? ദൈവം എന്തു തന്നെ ചെയ്താലും എൻ്റെ നന്മയ്ക്കായി ചെയ്യുകയുള്ളൂ. ജയിലിലിട്ടതുകൊണ്ട് വാസ്തവത്തിൽ നന്മയാണോ സംഭവിച്ചത്, അതോ തിന്മയാണോ ഉണ്ടായത്? പറയുകയാണ്, രാജാവേ, ഞാൻ ജയിലിലായിരുന്നില്ല എങ്കിൽ അങ്ങയോടൊപ്പം വന്നേനേം, എൻ്റെ പ്രാണൻ നഷ്ടമായേനേം. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്നേഹിച്ച ദൈവം എന്നെ ജയിലിലാക്കി കുറച്ചുനാൾ വിശ്രമം എടുക്കാനായി പറഞ്ഞത്. രാജാവേ, ദൈവം എന്തു തന്നെ ചെയ്താലും അത് നന്മയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടിയേ ചെയ്യുകയുള്ളൂ.
സഹോദര സഹോദരി കേൾക്കുക. ഒരു പക്ഷത്ത് ഏലിയാവാകട്ടെ, രൂത്താകട്ടെ, യേശുക്രിസ്തുവാകട്ടെ, ദാവീദാകട്ടെ, ഇവരുടെ ജീവിതത്തിൽ എന്താണോ ദോഷമായിട്ട് കണ്ടത് അത് അവസാനത്തിൽ നന്മയ്ക്കായിട്ട് തന്നെ ഭാവിച്ചെന്ന് കാണാം. ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്താണോ ബുദ്ധിമുട്ടായിട്ട്, ഞെരുക്കമായിട്ട്, കഷ്ടതയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൈവവചനങ്ങൾ നീ വിശ്വസിക്കുക. വാസ്തവത്തിൽ എൻ്റെ ദൈവം നിന്നെ ഒരു അതിശയമാക്കി മാറ്റുവാൻ പോവുകയാണ്. വരൂ, നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ അത്ഭുതകരമായ ഒരു സന്ദേശം കേൾപ്പിച്ചു തോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഏലിയാവിനത് ദോഷമായിട്ട് തോന്നി, രൂത്തിനതൊരു ദോഷമായിട്ട് തോന്നി. യേശുവിന് കഷ്ടത വന്നുവെന്ന് ഞങ്ങളിൽ പലരും വിചാരിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിലും അബ്നേർ കൊല്ലപ്പെട്ടത് തനിക്ക് ദോഷമായിട്ട് കണ്ടു. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പിന്നിൽ അത്ഭുതകരമായ നിന്റെ പദ്ധതികൾ ഉണ്ട് എന്നും നിന്റെ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നും വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ സകലതും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് കൂടി വ്യാപരിക്കുന്നത് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ വിശ്വാസം പിശാച് തട്ടിയെടുക്കാതിരിക്കുവാനായി കാക്കണം. പിശാചിനും പിശാചിൻ്റെ പ്രവൃത്തികൾക്കും മനസ്സിനും ഒരൽപ്പം പോലും ഞങ്ങൾ വാസ്തവമുള്ളവരായിരിക്കുകയില്ല. കർത്താവ്, ധൈര്യത്തോടുകൂടി നിന്റെ വചനത്തെ ആശ്രയിച്ചുകൊണ്ട്, വാഗ്ദാനത്തെ ആശ്രയിച്ചുകൊണ്ട്, കർത്താവ് നിന്റെ പാദങ്ങളിലേക്ക് വീണുകൊണ്ട് പിശാചിനെയും പിശാചിൻ്റെ ചില തന്ത്രങ്ങളെയും കർത്താവ് മറുപടി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ജയിക്കണം. മറുപടി ലഭിച്ചതിന് ശേഷവും പിശാചിനെ ജയിച്ചുകൊണ്ട് അനുഗ്രഹം നേടിയെടുക്കുവാനിടയാകണം, ആസ്വദിക്കണം. ദൈവമേ, അന്നുവരെയും ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് കളയാതെ, അങ്ങ് ഞങ്ങളെയും വിട്ടു പോകാതെ വലിയ കരുണ കാട്ടണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.